ചാനലിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായം ധ്യാനയോഗം, അതിലെ 2-ാമത്തെ ശ്ലോകം അർത്ഥസഹിതം പറയുന്നുണ്ട്. ആദ്യത്തെ ശ്ലോകം ഡിസംബർ 8-ാം തീയതി പറഞ്ഞു. അതിനുശേഷം കുറേയധികം ഗ്യാപ്പ് വന്നു. പക്ഷേ 8-ാം തീയതിക്ക് ശേഷം 3 വീഡിയോ സാമ്യസൂര്യൽ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാസ്തുദോഷ പരിഹാരം, നമ്മുടെ ദേഹത്തിലുള്ള അസുഖങ്ങളെ മാറ്റുവാനുള്ള നാരായണീയത്തിലെ ഒരു മന്ത്രം, പിന്നെ ഞങ്ങളുടെ സ്വാമ്യസൂര്യ ചാനൽ നടത്തുന്ന നിത്യ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ശ്രീമാൻ വേണുഗോപാൽ അവരുടെ ധ്യാനത്തിൻ്റെ അനുഭവം. ഈ 3 വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇത് 3 കാണാത്തവർ ദയവ് ചെയ്ത് കാണുക. സാമ്യസൂര്യ ചാനലിൽ ഇത് 3 ലഭ്യമാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായം ധ്യാനയോഗത്തിലെ 2-ാമത്തെ ശ്ലോകം അർത്ഥസഹിതം. ഇംഗ്ലീഷിലും മലയാളത്തിലും കൂട്ടിക്കലർത്തി പറയാം. അപ്പോൾ മലയാളം അറിയാത്തവർക്കും എല്ലാവർക്കും ഈ വീഡിയോ വീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ശ്ലോകം: യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യസന്യസ്യ സങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. ഇതാണ് ശ്ലോകം. ഇതിൻ്റെ അർത്ഥം, ഒരു യോഗിയായിത്തീരുവാൻ, ഒരു സന്യാസിയായിത്തീരുവാൻ നമ്മൾ ഈ ഭൗതിക ജീവിതത്തിലെ എല്ലാ സങ്കല്പങ്ങളെയും ത്യജിക്കണം. എന്നാൽ മാത്രമേ ഒരു യോഗിയായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഭൗതിക ജീവിതത്തിലെ എല്ലാ അനാവശ്യമായ സങ്കല്പങ്ങളെയും ചിന്തകളെയും സന്യസിക്കണം എന്നാണ് പറയുന്നത്. സന്യസിക്കുക എന്ന് പറഞ്ഞാൽ വർജിക്കുക. ഒരു ധ്യാനത്തിന്, ഈവൻ ഒരു ധ്യാനം ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരു മന്ത്രോപാസന ചെയ്യുവാനോ അതിനുകൂടി ഇതേമാതിരിയുള്ള അനാവശ്യ ചിന്തകൾ മനസ്സിൽ വരുവാൻ പാടില്ല. ധ്യാനത്തിലൂടെ, മന്ത്രോപാസനയിലൂടെയാണ് നമ്മൾ യോഗിയായി തീരുന്നത്. അപ്പോൾ യോഗിയാകുവാനും ധ്യാനിയാകുവാനും മന്ത്രോപാസന ചെയ്യുവാനും ഒരു സന്യാസിയാകുവാനും അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ അലട്ടരുത്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതിന് മുമ്പിലത്തെ ശ്ലോകം, 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, ഒരു യോഗിയായിത്തീരാൻ നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യണം, ബലേച്ഛയെ പ്രതീക്ഷിക്കാതെ. അപ്പോൾ ബലേച്ഛയെ പ്രതീക്ഷിക്കാതെ നമ്മൾ കർമ്മങ്ങൾ ചെയ്താൽ യോഗിയായിത്തീരും. മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ വരാതെ നമ്മൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്താൽ അപ്പോഴും യോഗിയായിത്തീരും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. In my previous episode about Shlokam 1 of Bhagavad Gita, I have told that without expecting the result of whatever we are doing, we have to do our karma. Then we will become yogi. In the Shloka 2, what is told, unwanted thoughts or unwanted sankalpas should not come into our mind. All these things we have to eliminate. We should not cultivate, we should not nourish any unwanted things and thoughts in our mind. Then only we can even become a good meditator and good yogi. So Bhagavan Sri Krishna has advised us not to nourish any unwanted thoughts in our mind if one want to become a very good meditator and yogi. This is the meaning of this shloka. Please subscribe to our channel and share these 2 messages to all your friends and relatives. And in case you want to become a meditator, you can approach us. Daily we are conducting meditation session in the morning from 5 a.m. to 6 a.m. through Google Meet. You will get unbelievable result as revealed by Mr. Venugopal, Srimati Mahalakshmi and Srimati Vijaya Madam. These 3 meditators have given their experiences in our YouTube channel. Please
view these 3 episodes and decide yourself whether you want to do meditation or not. If you do meditation, it will help not only your spiritual life, it will give lot of encouragement in your domestic life also. Please think over and join with us in our Google Meet and view all our videos. Everything contains valuable information. Thank you all.